ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്കിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഡി എഫ് ട്വിൻ ഫ്ലെയിം ജേണിയുടെ കേസ് ഞാൻ പറയാം. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഡി എഫ് ഡി എം ഡി എഫിന് ഒന്നും ഹെൽപ്പ് ചെയ്യില്ല ഫിനാൻഷ്യലായിട്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ ഈ ഒരു ജേണി പോകുന്ന സമയത്ത് ഒരു മിനിറ്റ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഡി എമ്മിൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഡി എഫിനെ എഫക്റ്റ് ചെയ്യുമോ? ഡി എഫ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നമ്മൾ മണി അഫോർമേഷൻസ് പറഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടുമോ? അത് സോൾമേറ്റ് ജേണിയിലാണ് കേട്ടോ അങ്ങനെ ഹെൽപ്പിംഗ് ഒക്കെ വരിക, അല്ലെങ്കിൽ ഹെൽപ്പ് ചോദിക്കുന്നത്. ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് രണ്ടുപേർ ഇൻഡിവിജ്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടുപേർക്ക് അത്യാവശ്യം കർമ്മ ഉണ്ടായിരിക്കും. ആ കർമ്മ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഈ ഒരു ജേണി. കാരണം കുറേ ലൈഫ് ടൈം ഇങ്ങനെ നടന്ന് ആ ലൂപ്പിൽ നിന്ന് കടക്കാൻ വേണ്ടിയിട്ടും പിന്നെ ലാസ്റ്റ് ബർത്ത് ആയിരിക്കും. അത് അറിയാമെന്ന് വിചാരിക്കുന്നു, കുറേ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഡി എമ്മിൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ഡി എഫിനെ എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സെപ്പറേഷൻ സമയത്താണ് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേണിയാണെന്ന് അറിയുന്നത്. അതിൽ അല്ലാതെ റിലേഷൻ ആവുന്ന സമയത്തൊന്നും അറിയില്ല. മിക്കതും സെപ്പറേഷൻ വരുത്തും. സെപ്പറേഷൻ വന്ന് രണ്ടുപേരും ഒരു എന്താ പറയുക, ഡി എഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൽ നിന്ന് വിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ചിലപ്പോൾ ജോലി വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ മാരീഡാണ്, ഫിനാൻഷ്യലി നല്ല രീതിയിൽ പോകുന്നവരാണെങ്കിൽ പോലും എല്ലാം വിട്ട് ഒരു ഐസൊലേഷൻ, ആ വേർഡ് ഐസൊലേഷൻ എന്നൊരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ജേണിയാണെന്ന് മനസ്സിലാക്കുന്നതും നമ്മൾ സ്പിരിച്വൽ വീക്കണിങ് തുടങ്ങുന്നതും നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതും ഇന്നർ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യില്ല. കാരണം അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് സോൾമേറ്റാണ്. സോൾമേറ്റ്സിൻ്റെ കേസിലാണ് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതെന്താണ്, ഈസിയാണ്. ഫ്രണ്ട്സ് പോലെ ഇപ്പോൾ എന്തെങ്കിലും പൈസ ഒക്കെ കടം ചോദിക്കുകയാണെങ്കിൽ അവർ തരുന്നു, തിരിച്ചു കൊടുക്കുന്നു. അവർ തമ്മിൽ അങ്ങനെ വലിയ കോൺട്രാക്റ്റില്ല. അത്ര ഫ്രണ്ട്സ് തമ്മിൽ എങ്ങനെയായിരിക്കും, ആ ഒരു ബന്ധമായിരിക്കും, ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കും കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേണിയുടെ കേസ് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. ട്വിൻ ഫ്ലെയിം ജേണിയിൽ എനിക്ക് മുന്നേ ഇതുപോലെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ക്ലയൻറ്റ് ഇവർ കുറേ പൈസ ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതി കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ട്വിൻ ഫ്ലെയിം ആവുന്നത്? ഇത് കൊടുത്തും അവർ പൈസ വാങ്ങിക്കൊണ്ട് പോയി. ഓക്കെ, തിരിച്ച് പൈസയുടെ കാര്യങ്ങൾ പറയുന്നതോ അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇല്ല. ലാസ്റ്റ് ഇവർ അതിനു വേണ്ടി എന്തൊക്കെയോ സംസാരിക്കും, കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കറക്റ്റ് ട്വിൻ ഫ്ലെയിം അല്ല എന്ന് മനസ്സിലാവുന്നത്. കാരണം എന്താണെന്നിപ്പോൾ എല്ലാവരും ഈ മായാലോകത്ത് എല്ലാവർക്കും വിചാരം ഇപ്പോൾ എല്ലാവർക്കും ട്വിൻ ഫ്ലെയിം ആണെന്ന്. ശരിക്കും ട്വിൻ ഫ്ലെയിംസ് വരാം, പക്ഷേ അത് ഈ നിങ്ങൾ കാണുന്ന പോലെയല്ല. അതാണ് കുറേ പേര് ട്വിൻ ഫ്ലെയിം ജേണിയിലല്ലാത്തവരൊക്കെ വീഡിയോ ചെയ്തിട്ട് ഇതിങ്ങനെ പോപ്പുലർ ആക്കുകയാണ്. കാരണം ട്വിൻ ഫ്ലെയിം എന്നൊരു വേർഡ് കേൾക്കുമ്പോഴേക്കും എല്ലാവരും കാണുന്നു, വ്യൂസ് കിട്ടുന്നു, ലൈക്സ് കിട്ടുന്നു അല്ലേ. അപ്പോൾ അതിൽ കുറേ പേര് തെറ്റായിട്ട് മുങ്ങിപ്പോകുന്നു. ശരിക്കും റിയൽ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ശരിക്കും എന്താണ്, രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ ജേണിയാണ്. സോൾ പർപ്പസ് ചെയ്യാനുണ്ടായിരിക്കും. നമ്മുടെ എർത്തിൻ്റെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് നമ്മൾ ഈ ഒരു ജേണിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യില്ല. രണ്ടുപേരും പഠിക്കുന്ന ഒരു കാര്യം അൺകണ്ടീഷണൽ ലവ് ആൻഡ് സെൽഫ് ലവ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്ന കാര്യം. ഓക്കെ, അതുകൊണ്ട് അവിടെ ഒരു ഹെൽപ്പ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് അങ്ങനൊരു ഇപ്പോൾ ചിലവർ പറയണ കേൾക്കാം, എൻ്റെ ഡി എം വളരെ ഇതിലാണ്, അപ്പം ഞാൻ പോയിട്ട് അവർ ഭയങ്കര വിഷമത്തിലാണ്, ഞാൻ പോയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു ജേണിയിലാണ് യൂണിവേഴ്സ് ഓൾറെഡി അവിടെ പ്രസൻ്റാണ്. ഓരോ സമയത്ത് നമുക്ക് എന്താണോ പഠിക്കേണ്ടത്, എന്താണോ ഹീൽ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ഡിവൈൻ ഗൈഡൻസസ് തരും. വീഡിയോസ് വഴിയാണോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷൻ വഴിയൊക്കെ നമുക്ക് ഗൈഡൻസസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നത്, രണ്ടുപേരും പഠിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സെൽഫ് ലവ് ആണ് മെയിനായിട്ട് ബേസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യലി ഒന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടിയും വരില്ല, അവർ ചോദിക്കില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു കാർമിക് അല്ലെങ്കിൽ സോൾമേറ്റ് ആയിരിക്കുമെന്ന് 100% മനസ്സിലാക്കുക കേട്ടോ. കുറേ പേരൊക്കെ റിലേഷൻഷിപ്പ് ട്വിൻ ഫ്ലെയിം ജേണിയിൽ പോലും അല്ല ഈ ഒരു വേർഡ് ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട്. നോർമൽ റിലേഷൻഷിപ്പിലും ആദ്യം ഒരു ബബിൾ ഫേസ് ഉണ്ടായിരിക്കും, ഒരു ഹണിമൂൺ ഫേസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവരുടെ സ്വഭാവം. ആദ്യം അവർ ഭയങ്കര കെയറിങ് ആയിരിക്കും. എസ്പെഷ്യലി ഈ ഫെമിനിൻസിന് നല്ല കെയറിങ് തരുന്നൊരു പേഴ്സൺ കണ്ടു കഴിഞ്ഞാൽ അവിടെ അവർ സൂപ്പറാണ്, നല്ല ആൾക്കാരാണ്. കെയറിങ് തന്നത് കൊണ്ട് എങ്ങനെ നല്ലതാവുക? അങ്ങനെയല്ല, നമ്മൾ അവരോട് അടുത്ത്
ഇടപഴകുമ്പോഴാണ് മനസ്സിലാവുക അവരുടെ കുറേ ട്രോമാസ് ഇങ്ങനെ പൊന്തി വരും. അല്ലെങ്കിൽ നാർസിസം ആയിരിക്കാം, ആദ്യം അവരിങ്ങനെ മാസ്ക് ഇട്ട് നിൽക്കുന്നതായിരിക്കും. മിക്ക കേസ് കുറേ ക്ലയൻസിനെ റീഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. കുറേ പേരൊക്കെ ഡീൽ ചെയ്യുന്നത് റിയൽ ട്വിൻ ഫ്ലെയിംസിൻ്റെ കൂടെയല്ല. ചിലവരോട് പറഞ്ഞു കൊടുത്താലും അവർ സമ്മതിച്ച് തരില്ല. ലാസ്റ്റ് അവർക്ക് തന്നെ കംപ്ലീറ്റ്ലി അത് മനസ്സിലാവുന്ന സ്റ്റേജ് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവരും. അപ്പോഴാണ് നമ്മൾ ട്രാപ്ഡായി എന്നൊക്കെ മനസ്സിലാവുക. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ നോക്കുക. ട്വിൻ ഫ്ലെയിം ജേർണി 2 പേരും അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഹെൽപ്പിംഗ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ 2 പേര് പഠിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സെൽഫ് ലവ് ആണ്. പിന്നെ എല്ലാവരും തമ്മിൽ സോൾ കോൺട്രാക്റ്റ് ഉണ്ട്, അതാദ്യം മനസ്സിലാക്കാം. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാറാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് ഹീൽ ചെയ്ത് മാറും. അങ്ങനെ മണി അഫോർമേഷൻസ് പറഞ്ഞാൽ അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനും പാടില്ല. നമ്മൾ അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവർ വേറെ പാർട്ട്ണറിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുകയാണ്. ഏതൊരു ജേർണിയിലാണെങ്കിലും ആദ്യം നിങ്ങളിൽ ഫോക്കസ്, സെൽഫ് ലവിലേക്ക് വരാം. നിങ്ങളുടെ ലൈഫ് ഫോക്കസ് ചെയ്യുക. കൂടുതൽ നമ്മുടെ മണി ബ്ലോക്കേജസ് ക്ലിയർ ചെയ്ത് നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ ആൾ ലോ വൈബ്രേഷൻ ആണെങ്കിൽ ഒരിക്കലും മാച്ച് ചെയ്ത് പോവില്ല. അത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ ഒരു ഹെൽപ്പിങ്ങും ഹാൻഡൊന്നുമില്ല. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ജേർണിയാണ്, അത് ഹീൽ ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമേഷൻസ് പറഞ്ഞതുകൊണ്ട് അവർക്കും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതിൻ്റെ ഒരു കാര്യമില്ല. ഈ ഒരു ജേർണിയിൽ നമ്മൾ DMനെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ ജേർണിയാണ് നോക്കേണ്ടത്. നമ്മളുടെ ജേർണി, നമ്മുടെ വൈബ്രേഷൻസ്, നമ്മുടെ ബ്ലോക്സ് മനസ്സിലാക്കി ക്ലിയർ ആക്കുന്നുണ്ടോ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. DMൻ്റെ സൈഡ് നോക്കേണ്ട ആവശ്യം. നമ്മൾ അറിഞ്ഞ പോലെ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ അവർക്കും യൂണിവേഴ്സ് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കും, അവരും ഹീലായി പോകും. ഓക്കെ, സോ താങ്ക് യു. അതുപോലെ ടാരോ കോഴ്സ്, അതുപോലെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, ടാരോ പഠിക്കാൻ അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ഒക്കെ ആവശ്യം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. സബ് കോൺഷ്യസ് ഹീലിംഗ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസംബർ മന്തും കൂടി ഞാൻ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം പിന്നെ അത് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം ഹീലിങ്ങിൻ്റെ വളരെ നല്ല ടൈമാണ്. ബിക്കോസ് 2025 കടക്കണായി കംപ്ലീഷൻ, നമ്മുടെ കാർമിക് സൈക്കിൾസ് എൻഡ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഫലം ലഭിക്കാൻ പോകുന്ന മന്താണ്. അപ്പോൾ മാക്സിമം ഹീൽ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഭയങ്കര അബണ്ടൻറ്റ് ഇയർ ആയിട്ട് നിങ്ങൾക്ക് വരും. എല്ലാ രീതിയിലും അബണ്ടൻസ് ആയിരിക്കും. അത് റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും മണി ആണെങ്കിലും എല്ലാ രീതിയിലും അബണ്ടൻസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് പ്ലൂട്ടോയിലൊക്കെ നമ്മുടെ അതിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2044 വരെയൊക്കെ ഇതിൻ്റെ എനർജി നിൽക്കുമെന്നാണ് 20 ഇയേഴ്സ് അല്ലേ. യെസ്, അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.